2 ദിവസം കഴിഞ്ഞു. തറവാട്ടിലിപ്പോ ഒരു ശീതയുദ്ധമാണ്. ആദിത്യ മാളവികയോട് മിണ്ടാറേയില്ല. കണ്ട മുഖം തിരിക്കും. ഭക്ഷണം കഴിക്കാൻ പോലും ഒരുമിച്ചിരിക്കാറില്ല. മാളവികയും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അവളുടെ ജോലികൾ അവൾ മുടക്കാറില്ല. രാവിലെ ചായ, ഭക്ഷണം, വല്യമ്മച്ചയുടെ മരുന്ന്, തറവാട്ടിലെ കാര്യങ്ങൾ എല്ലാം കൃത്യമായി ചെയ്യും, ഒരു യന്ത്രം പോലെ. വല്യമ്മച്ചി ഇത് കണ്ടിട്ട് ഉള്ളിൽ സങ്കടപ്പെട്ടു. ഇവരെപ്പോഴാ ഒന്നാവുക? അന്ന് വൈകുന്നേരം വല്യമ്മച്ചി പൂമുഖത്തിരുന്ന് ചായ കുടിക്കുകയാണ്. മാളവിക അടുത്തിരുന്ന് പത്രം വായിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് വല്യമ്മച്ചിയുടെ കൈ വിറച്ചു. ചായക്കപ്പ് താഴെ വീണു പൊട്ടി. അവർ നെഞ്ചിൽ കൈവച്ച് മുന്നോട്ടാഞ്ഞു. വല്യമ്മച്ചി! മാളവിക നിലവിളിച്ചു. ഓടിച്ചെന്ന് അവരെ താങ്ങി. എന്ത് പറ്റി? വല്യമ്മച്ചി ഒന്നും മിണ്ടുന്നില്ല. കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു. ശ്വാസം കിട്ടാതെ പിടയുന്നു. അയ്യോ, ആരെങ്കിലും വരണേ! മാളവികയുടെ നിലവിളി തറവാട് മുഴുവൻ മുഴങ്ങി. ആദിത്യ ഓഫീസിൽ മീറ്റിംഗിലായിരുന്നു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. മാളവിക. അവൻ ചാടി എഴുന്നേറ്റു. ഹലോ സാറേ വേഗം വരണേ, വല്യമ്മച്ചിക്ക് അനക്കമില്ല. മാളവികയുടെ കരച്ചിൽ. ആദിത്യയുടെ തല കറങ്ങി. വല്യമ്മച്ചി? അവൻ്റെ അമ്മ പോയതിൽ പിന്നെ അവനെ വളർത്തിയ വല്യമ്മച്ചി. ആംബുലൻസ് വിളിച്ചോ? അവൻ്റെ ശബ്ദം വിറച്ചു. വിളിച്ചു സാറേ. സാർ വേഗം വാ. ഫോൺ കട്ട് ചെയ്ത് ആദിത്യ മീറ്റിംഗ് നിർത്തി വെച്ചിറങ്ങി ഓടി. കാറിൽ കയറി ഫുൾ സ്പീഡിൽ വീട്ടിലേക്ക്. മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രം, എൻ്റെ വല്യമ്മച്ചയ്ക്ക് ഒന്നും വരരുതേ. ആശുപത്രി ഐസിയുവിൻ്റെ പുറത്ത് ആദിത്യ ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഷർട്ട് വിയർപ്പിൽ കുതിർന്നിരിക്കുന്നു. കണ്ണുകൾ ചുവന്നിരിക്കുന്നു. മാളവിക ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്നു. സാരി കീറിപ്പോയിരിക്കുന്നു. വല്യമ്മച്ചയെ താങ്ങിയപ്പോൾ കീറിയതാണ്. അവളും കരഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർ പുറത്തു വന്നു. ആദിത്യ ഓടിയടുത്തു. ഡോക്ടർ, വല്യമ്മച്ചിക്ക് മൈൽഡ് അറ്റാക്കാണ്. മിസ്റ്റർ ആദിത്യ, സമയത്തിനെത്തിച്ചതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ 48 മണിക്കൂർ നിരീക്ഷണം വേണം. ടെൻഷനാകരുത്. ആദിത്യയുടെ കാലുകൾ കുഴഞ്ഞു. അവൻ ചുമരിൽ ചാരി താഴെയിരുന്നു, മുഖം പൊത്തി. അന്ന് ആദ്യമായാണ് മാളവിക അവനെ അങ്ങനെ കാണുന്നത്. തകർന്നു പോയ ആദിത്യയെ. കലിപ്പൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണ്ടിരിക്കുന്നു. ഉള്ളിലൊരു പാവം കൊച്ചുകുട്ടിയാണെന്ന് അവൾക്ക് തോന്നി. അവൾ പതിയെ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് ചെന്നു. കുറച്ചകലെയായി നിന്നു. സാറേ, വല്യമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞില്ലേ, സങ്കടപ്പെടണ്ട. ആദിത്യ തല ഉയർത്തി നോക്കിയില്ല. അവൻ്റെ തോളുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ കരയുകയാണോ? മാളവികയുടെ നെഞ്ച് നേറി. അവൾ ധൈര്യം സംഭരിച്ച് അവൻ്റെ അടുത്തിരുന്നു. വളരെ പതിയെ അവൻ്റെ വിറയ്ക്കുന്ന കൈയിൽ അവളുടെ കൈ വെച്ചു. ആദിത്യ ഞെട്ടി. അവൻ കൈ പിൻവലിച്ചില്ല. മറിച്ച് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. വളരെ മുറുകെ. തൻ്റെ മുഴുവൻ വേദനയും ആ പിടുത്തത്തിലുണ്ടായിരുന്നു. മാളവിക ഒന്നും മിണ്ടിയില്ല. അവൾ അവൻ്റെ കയ്യിൽ തൻ്റെ മറ്റേ കൈവച്ച് തലോടി. ഞാനുണ്ട് എന്ന് പറയാതെ പറഞ്ഞു. കുറച്ചു നേരം അങ്ങനെയിരുന്നു രണ്ടുപേരും. ആശുപത്രിയുടെ വരാന്തയിൽ വേദന പങ്കുവച്ച്. രാത്രിയായി. വല്യമ്മച്ചി ഐസിയുവിൽ ഉറങ്ങുകയാണ്. ഡോക്ടർ പറഞ്ഞു അപകടനില തരണം ചെയ്തെന്ന്. ആദിത്യയും മാളവികയും ഐസിയുവിൻ്റെ ഗ്ലാസ് ഡോറിലൂടെ അകത്തേക്ക് നോക്കി നിൽക്കുകയാണ്. സോറി, പെട്ടെന്ന് ആദിത്യ പറഞ്ഞു. മാളവിക ഞെട്ടി തിരിഞ്ഞു നോക്കി. അവൻ തന്നോടാണോ? ഞാനന്ന് രാവിലെ നിന്നോട് ദേഷ്യപ്പെട്ടല്ലോ. അവൻ്റെ ശബ്ദം വളരെ പതിഞ്ഞതായിരുന്നു. കണ്ണുകളിപ്പോഴും ഗ്ലാസ് ഡോറിൽ. പനി വന്നപ്പോൾ നീ രാത്രി മുഴുവൻ. അവൻ വാക്കുകൾ കിട്ടാതെ നിന്നു. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായി അവൻ തന്നോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നു. സാരമില്ല സാറേ, അത് എൻ്റെ കടമയല്ലേ, അവൾ മെല്ലെ പറഞ്ഞു. കടമയോ? ആദിത്യ ഇത്തവണ അവളെ നോക്കി. അവൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. ആരോടുള്ള കടമ? എൻ്റെ അച്ഛനോടോ? ഈ തറവാടിനോടോ? മാളവിക തല താഴ്ത്തി. അറിയില്ല സാറേ, പക്ഷേ നിങ്ങൾ വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്കും വേദനിക്കുന്നു, അത്രയുള്ളൂ.
ഒരു നിമിഷം നിശബ്ദത. ആശുപത്രിയുടെ ഫിനോയിലിൻ്റെ മണം മാത്രം. ആദിത്യയുടെ മുഖം വീണ്ടും കഠിനമായി. അവൻ പെട്ടെന്ന് തിരിഞ്ഞു. നിനക്ക് വീട്ടിൽ പോകാം, ഞാനിവിടെ നിന്നോളാം, ഡ്രൈവർ വരും. സാറേ, ഞാനും നിൽക്കാം, നിങ്ങൾ ഒറ്റയ്ക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവൻ വീണ്ടും അലറി. പക്ഷെ ഈ അലർച്ചയിൽ പഴയ ക്രൂരതയില്ലായിരുന്നു, ഒരു വല്ലായ്മയുണ്ടായിരുന്നു. പൊയ്ക്കോ, എനിക്കാരുടെയും സിമ്പതി വേണ്ട. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. പക്ഷെ രണ്ടടി നടന്നപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, വളരെ പതിഞ്ഞ ശബ്ദം. താങ്ക്സ്. മാളവിക നിന്നു. തിരിഞ്ഞു നോക്കിയില്ല. കണ്ണുനീർ തുടച്ചു. ചുണ്ടിൽ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. അവൾ നടന്നുപോയി. ആദിത്യ ഗ്ലാസ് ഡോറിൽ തലചായ്ച്ചു നിന്നു. ഞാനെന്തിനാ അവളോട് താങ്ക്സ് പറഞ്ഞത്? ഛേ. പക്ഷേ അവൻ്റെ മനസ്സിൽ അവളുടെ കൈയുടെ തണുപ്പുണ്ടായിരുന്നു. അവളുടെ സാരമില്ല സാറേ എന്ന വാക്കിൻ്റെ ചൂടുണ്ടായിരുന്നു. ദേഷ്യത്തിൻ്റെ മഞ്ഞുമല പതിയെ ഉരുകുകയാണ്. പതിയെ, അവനറിയാതെ. പിറ്റേന്ന് രാവിലെ വല്യമ്മച്ചയുടെ ബോധം തെളിഞ്ഞു. ഡോക്ടർ പറഞ്ഞു അപകടമൊഴിഞ്ഞെന്ന്. റൂമിലേക്ക് മാറ്റാം. ആദിത്യ ഓടി അകത്ത് ചെന്നു. വല്യമ്മച്ചി. മോനെ. വല്യമ്മച്ചി ക്ഷീണിച്ച ശബ്ദത്തിൽ വിളിച്ചു. മാളു എവിടെ? ആദിത്യയുടെ മുഖം വാടി. അവൾ വീട്ടിൽ പോയി. വിളിച്ചിട്ട് വാ മോനെ, അവളില്ലായിരുന്നെങ്കിൽ ഞാനിന്ന്. വല്യമ്മച്ചയുടെ കണ്ണുകൾ നിറഞ്ഞു. ആദിത്യയുടെ നെഞ്ചിൽ എന്തോ കുത്തി. അവൻ പുറത്തിറങ്ങി ഫോണെടുത്തു. മാളവികയുടെ ഒരു നമ്പർ ഡയൽ ചെയ്തു. 1 റിംഗ്, 2 റിംഗ്. ഹലോ. അവളുടെ ഉറക്കം തൂങ്ങിയ ശബ്ദം. അമ്മച്ചിക്ക് ബോധം വന്നു, അവൻ പറഞ്ഞു. ശബ്ദത്തിലൊരലിവ്. നിന്നെ ചോദിക്കുന്നു. കുറച്ചു നേരം മൗനം. ഞാൻ ഇപ്പോൾ വരാം സാറേ. അവൾ ഫോൺ വെച്ചു. ആദിത്യ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വെയിൽ തെളിഞ്ഞു വരുന്നു. അവൻ്റെ ജീവിതത്തിലും ആ വെയിൽ തെളിയുകയാണോ? ആ പൂച്ചക്കണ്ണുള്ളവളുടെ രൂപത്തിൽ? അവൻ അറിയില്ല. അറിയാൻ അവന് ഭയമാണ്. കാരണം സ്നേഹം തോറ്റുകൊടുക്കലാണ്. ആദിത്യവർമ്മ തോൽക്കാൻ ജനിച്ചവനല്ല. പക്ഷെ ചില തോൽവികൾ ജയത്തേക്കാൾ മധുരമുള്ളതാണെന്ന് അവൻ ഇപ്പോഴും അറിയില്ല. ഒരാഴ്ച കഴിഞ്ഞു. വല്യമ്മച്ചി ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പൂർണ്ണ വിശ്രമം വേണം. ആദിത്യ ഇപ്പോഴും മാളവികയോടധികം മിണ്ടാറില്ല. പക്ഷേ പഴയതുപോലെ ദേഷ്യപ്പെടാറുമില്ല. ഒരു തരം മൗനം. എന്തോ പറയാൻ തുടങ്ങി, പിന്നെ നിർത്തുന്ന മൗനം. ഇന്ന് മെയ് 28. മാളവിക രാവിലെ എഴുന്നേറ്റപ്പോൾ മനസ്സിലൊരു ഭാരം. ഇന്ന് അവളുടെ പിറന്നാൾ. 23 വയസ്സ് തികയുന്നു. വീട്ടിലായിരുന്നപ്പോൾ അച്ഛൻ പായസം വയ്ക്കും. അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെറിയൊരു ചിരാത് കത്തിക്കും. അമ്മ കാണുന്നുണ്ടാകും മോളെ എന്ന് അച്ഛൻ പറയും. എവിടെ? ആരോർക്കാൻ? ആർക്കറിയാം? അവൾ കണ്ണാടിയിൽ നോക്കി ഒരു ചെറിയ ചിരി വരുത്തി. ഹാപ്പി ബർത്ത്ഡേ മോളു, സ്വയം പറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു. താഴെ അടുക്കളയിൽ മാളവിക എല്ലാവർക്കും പ്രാതലുണ്ടാക്കിയായിരുന്നു. പുട്ടും കടലയും, വല്യമ്മച്ചിക്ക് കഞ്ഞി. ആദിത്യ താഴെ വന്നു. മുഖത്ത് അതേ ഗൗരവം. പത്രമെടുത്ത് വായിക്കാൻ തുടങ്ങി. സാറേ, ചായ. മാളവിക ചായ മുന്നിൽ വെച്ചു. അവൻ ഒറ്റ വാക്കിൽ മൂളി. തല ഉയർത്തി നോക്കിയതേയില്ല. മാളവികയുടെ മനസ്സൊന്നിടിഞ്ഞു. ഇന്നെങ്കിലും ഒന്ന് ചിരിക്കായിരുന്നു. വല്യമ്മച്ചി വന്നു. മോളെ, ഇന്നെന്താ സ്പെഷ്യൽ? മാളവികയുടെ ഹൃദയം പടപടാ മിടിച്ചു. വല്യമ്മച്ചി ഓർത്തോ? ഒന്നുമില്ല വല്യമ്മച്ചി, പതിവ് പോലെ തന്നെ. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ആഹാ, അപ്പോ ഇന്ന് നിന്റെ പ്രിയപ്പെട്ട പുട്ടും കടലയുമല്ലേ? വല്യമ്മച്ചി ചിരിച്ചു. മാളവികയുടെ ചിരി മാഞ്ഞു. അല്ല, വല്യമ്മച്ചി മറന്നു. ആദിത്യ പത്രത്തിൽ നിന്ന് മുഖം ഉയർത്തിയതുപോലുമില്ല. ഉച്ചയായി. ആദിത്യ ഓഫീസിൽ പോയി. വല്യമ്മച്ചി ഉറങ്ങുന്നു. മാളവിക തൻ്റെ മുറിയിൽ ചെന്നു. അലമാര തുറന്ന് ഒരു പഴയ ഡയറി എടുത്തു. അതിൽ അമ്മയുടെ ഫോട്ടോയുണ്ട്. ചെറുപ്പത്തിൽ അമ്മ ചൂടിത്തന്ന ഒരു ചെറിയ സ്വർണ്ണക്കമ്മൽ. അവൾ ഫോട്ടോയിൽ തലോടി. അമ്മേ, ഇന്നെൻ്റെ പിറന്നാളാണ്. അമ്മയ്ക്കറിയാമോ? അച്ഛനും വിളിച്ചില്ല, മറന്നു കാണും. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ തലയിണയിൽ മുഖം അമർത്തി കരഞ്ഞു, ശബ്ദം പുറത്തു വരാതെ. വൈകുന്നേരം വരെ അവൾ മുറിയിൽ തന്നെ ഇരുന്നു. ഭക്ഷണം കഴിച്ചില്ല. ആരും അന്വേഷിച്ചതുമില്ല. ഞാൻ ആർക്കും വേണ്ടാത്തവളാണ്. ഒരു കടത്തിൻ്റെ പേരിൽ ഇവിടെ വന്ന് കയറിയവൾ. രാത്രി 9 മണി. വീട് നിശബ്ദം. വല്യമ്മച്ചി ഉറങ്ങി. മാളവിക ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു.
ആകാശത്ത് നിലാവ്, നക്ഷത്രങ്ങൾ എല്ലാം ഭംഗിയാണ്. പക്ഷെ അവളുടെ മനസ്സ് മാത്രം ഇരുട്ട്. താഴെ കാറിന്റെ ശബ്ദം. ആദിത്യ വന്നു. അവൻ മുകളിലേക്ക് വരുന്നത് അവൾ കേട്ടു. പക്ഷേ അവൾ തിരിഞ്ഞു നോക്കിയില്ല. മാളവിക. പിന്നിൽ നിന്ന് അവന്റെ ശബ്ദം. അവൾ ഞെട്ടി. അവൻ തൻ്റെ പേര് വിളിച്ചോ? മാളുവല്ല, മുഴുവൻ പേര്. അവൾ പതിയെ തിരിഞ്ഞു. ആദിത്യ വാതിൽക്കൽ നിൽക്കുന്നു. കയ്യിൽ ഒരു ചെറിയ കവർ. ഇത് വല്യമ്മച്ചി തരാൻ പറഞ്ഞു. അവൻ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ മറ്റെവിടെയോ ആണ്. നിന്റെ പിറന്നാളാണെന്ന്. മാളവികയുടെ ശ്വാസം നിലച്ചുപോയി. അവൻ ഓർത്തു. എങ്ങനെ? അവൾ വിറയ്ക്കുന്ന കൈയോടെ കവർ വാങ്ങി തുറന്നു. അകത്തൊരു ചെറിയ വെൽവെറ്റ് ബോക്സ് തുറന്നു നോക്കി. ഒരു ജോഡി കമ്മൽ, വെള്ളി നിറത്തിൽ, ചെറിയ റോസാപ്പൂവിൻ്റെ ഡിസൈൻ. വളരെ മനോഹരം, സിമ്പിൾ, അവൾക്കിഷ്ടമാകുന്ന പോലെ. അതിൻ്റെ അടിയിൽ ഒരു ചെറിയ കടലാസ്. അതിലെഴുതിയിരിക്കുന്നു, പൂച്ചക്കണ്ണുകൾ കരയാനുള്ളതല്ല, ചിരിക്കാനുള്ളതാണ്. ലവ്, ലവ്. ആദിത്യ. മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്തവണ സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്, അവിശ്വസനീയമായ സന്തോഷം കൊണ്ട്. അവൾ തല ഉയർത്തി നോക്കി. സാറേ, ഇത് നിങ്ങളാണോ? ആദിത്യയുടെ മുഖം ചുവന്നു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ വല്യമ്മച്ചി പറഞ്ഞിട്ട് വാങ്ങിയതാണെന്ന്. എനിക്കിതൊന്നും അറിയില്ല, എനിക്ക് താല്പര്യവുമില്ല. അവൻ വേഗം നടന്നുപോയി സ്വന്തം മുറിയിലേക്ക്. വാതിൽ വലിച്ചടച്ചു. മാളവിക അവിടെ തന്നെ നിന്നു, കയ്യിൽ കമ്മലുമായി. കണ്ണുനീർ തുള്ളികൾ ആ കമ്മലിൽ വീണു. വല്യമ്മച്ചി പറഞ്ഞിട്ടെന്ന് അവൻ പറയുന്നു. പക്ഷെ വല്യമ്മച്ചിക്ക് ഇന്ന് അവളുടെ പിറന്നാളാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെങ്ങനെ? ഉത്തരം ഒന്നേ ഉള്ളൂ. അവൻ ഓർത്തു. അവൻ തന്നെ അന്വേഷിച്ചറിഞ്ഞു. അവൻ തന്നെ കടയിൽ പോയി ഇത് വാങ്ങി. ആ കടലാസിൽ എഴുതിയത് അവൻ്റെ കൈയക്ഷരമാണ്. കലിപ്പൻ, എപ്പോഴും ദേഷ്യപ്പെടുന്നവൻ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നവൻ. അവൻ തൻ്റെ പിറന്നാൾ ഓർത്തു. സമ്മാനം വാങ്ങി. പൂച്ചക്കണ്ണുകൾ കരയാനുള്ളതല്ല എന്നെഴുതി. മാളവികയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആദ്യമായി. ഈ തറവാട്ടിൽ വന്നതിൽ പിന്നെ ആദ്യമായി. അവൾ മനസ്സ് നിറഞ്ഞു ചിരിച്ചു. അവൾ ഓടിച്ചെന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്നു. കമ്മൽ കാതിലണിഞ്ഞു. ഭംഗിയായി ഇണങ്ങുന്നു. താങ്ക്സ് സാറേ. അവൾ കണ്ണാടിയിൽ നോക്കി മന്ത്രിച്ചു. താങ്ക്സ് എൻ്റെ കലിപ്പന്. അപ്പുറത്തെ മുറിയിൽ ആദിത്യ കട്ടിലിൽ കിടക്കുകയായിരുന്നു, കണ്ണടച്ച്. ഛേ, എന്തിനാ ഞാനത് വാങ്ങിയത്? എന്തിനാ കടലാസിൽ എഴുതിയത്? അവൾ എന്ത് വിചാരിക്കും? പക്ഷേ അവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു ചിരി വന്നു. അവൾ കമ്മൽ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞത് അവൻ കണ്ടിരുന്നു. ആ കണ്ണീർ കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചിലെ ഭാരം കുറഞ്ഞതുപോലെ. ദേഷ്യത്തിൻ്റെ മഞ്ഞുമല ഉരുകുകയല്ല, അതിനുള്ളിൽ ഒരഗ്നിപർവ്വതം പുകയുകയാണ്. സ്നേഹത്തിൻ്റെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ ഇനി അധിക സമയം വേണ്ട.